തനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ വേണ്ടി വ്രതത്തോടു കൂടി വന്ന് അവരുടെ സമർപ്പണ ബുദ്ധിയോടുകൂടി തങ്ങളാലാവുന്നൊരു നേദ്യം, അത് തെരളിയോ മണ്ടപ്പുച്ചോ എന്തോ ആയിക്കൊള്ളട്ടെ, അത് ഭഗവതിക്ക് സമർപ്പിച്ച് അമ്മേ ഇത് അമ്മയുടെ മകള് തരുന്നതാണ്, ഇത് അമ്മ സന്തോഷത്തോടു കൂടി സ്വീകരിക്കണേ എന്ന് പറയുന്ന സമയത്ത് ആ അമ്മ അനുഭവിക്കുന്ന അനുഭൂതിയാണ് യഥാർത്ഥത്തിൽ പൊങ്കാലയുടെ ഏറ്റവും വലിയ മഹത്വം. പൊങ്കാല എന്ന് പറയുന്ന ശബ്ദത്തിന് തന്നെ ഉയർന്നു പൊങ്ങുക അല്ലെങ്കിൽ പൊങ്ങി തിളച്ചു മറിയുക എന്നൊക്കെയാണ് അർത്ഥം. ആനന്ദത്തിൻ്റെ ഒരു തിളച്ചു മറയലാണ് ഓരോ പൊങ്കാലയിലും ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. പല ആൾക്കാരും നമ്മുടെ സനാതനധർമ്മത്തെ വിമർശിക്കാറുണ്ട്. പല ആരാധനയിലും സ്ത്രീകൾക്ക് പ്രാധാന്യമില്ലല്ലോ, സ്ത്രീകളെ രണ്ടാം കിടയായിട്ടാണല്ലോ കാണുന്നത്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെയുള്ള ചിന്തിക്കുന്ന ദൃഷ്ടാന്തമാണ്, ഏറ്റവും വെളിപ്പെടുത്താവുന്ന തെളിവാണ് ആറ്റുകാൽ പൊങ്കാല. എത്ര ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് കേരളത്തിലെയും ഇന്ത്യയുടെയൊക്കെ പല ഭാഗത്തുനിന്നായിട്ട് തിരുവനന്തപുരത്ത് വന്ന് അവരുടെ കൈകൊണ്ട് അവരുടെ അമ്മയ്ക്ക് ഒരു നേദ്യം സമർപ്പിക്കുന്നത്.